SDP-യുടെയോ അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുടെയോ നോട്ടയുടെയോ അത്ര പോലും വോട്ട് നേടാൻ പലതരം സാധ്യതകൾ ഉണ്ടായിട്ടും ആം ആദ്മി പാർട്ടിക്ക് കഴിയാതെ പോയത് അതിന്റെ അസംഘടിത രൂപം, വ്യക്തമായ പ്രചരണമില്ലായ്മ, ആസൂത്രണമില്ലായ്മ ഈ ഘടകങ്ങളാണ്. ഇത്തവണത്തെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം ആം ആദ്മി പാർട്ടിയെ ചില കാര്യങ്ങളിൽ കണ്ണു തുറപ്പിക്കുന്നുണ്ടോ? സുരേഷ് പറഞ്ഞ കാര്യങ്ങളൊന്നും അങ്ങനെയല്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാര്യം ഇതൊരു സത്യസന്ധമായ കാര്യമാണ്. ആം ആദ്മി പാർട്ടി രൂപം കൊണ്ടിട്ട് തന്നെ 1.5 വർഷം ആവുന്നുണ്ടെങ്കിലും കേരളത്തിന്റെ അതൊരു സംഘടനാ സംവിധാനത്തിലെ ആക്കുന്നതിന്റെ പ്രക്രിയ തന്നെ തുടങ്ങിയിട്ട് ഒരു 3-4 മാസം മാത്രമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഈ എന്താണോ ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടാവുന്ന പ്രശ്നമെന്ന് ഞങ്ങൾ മുൻകൂട്ടി തന്നെ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ചെയ്യാനുള്ള സമയം ഞങ്ങൾക്കില്ല. ഞങ്ങൾക്കെന്നല്ല, വേറെ ഇതുപോലെ പുതുതായിട്ട് രൂപം കൊള്ളുന്ന എല്ലാ പുതുമുകളായിട്ടുള്ള ആളുകൾക്ക് അതുണ്ടാവാൻ ഒരുപാട് സമയം വേണം. മറ്റ് രാഷ്ട്രീയ പാർട്ടികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ കേരളത്തിലുണ്ടായതോ അല്ലെങ്കിൽ ഇന്ത്യയിലുണ്ടായതോ ഇപ്പൊ നമുക്ക് എടുത്ത അവസാനം ഉണ്ടായ പാർട്ടികളൊക്കെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് മാറി വന്ന പാർട്ടികളും അതിന് നിങ്ങൾ അറിയപ്പെടുന്ന തരത്തിലുള്ള നേതാക്കന്മാരും ആ സംഘടനാ സംവിധാനവും ഉള്ളതാണ്. ഇവിടെ ഇപ്പൊ ചില അജിത് ജോയ്ക്ക് എന്തുകൊണ്ട് വോട്ട് കുറഞ്ഞു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഇമേജ് ഉള്ള ഒരാളായിട്ട് കുറഞ്ഞു എന്ന് ചോദിച്ചാൽ അവിടെ വളരെ വ്യക്തമാണ്. ഒ രാജഗോപാലിനെ പോലുള്ള ആള് 2ാം സ്ഥാനത്ത് വരുന്നു. അവിടെ ശക്തമായ ത്രികോണ മത്സരം നടന്നതാണ്. അപ്പോൾ ഒരു മാറ്റം UDF-നും LDF-നും മാറണമെന്ന് ആഗ്രഹിക്കുന്ന തിരുവനന്തപുരത്തെ നിഷ്പക്ഷമായ ആളുകളൊക്കെ വോട്ട് ചെയ്തിട്ടുണ്ടാവുന്നത് സംവിധാനത്തെ ചോദ്യം ചെയ്തതോ അതിനെ തള്ളി പറഞ്ഞതല്ല. പക്ഷെ ഞാൻ ചോദിച്ചത് ഇത്ര മാത്രമാണ്, വ്യക്തി കേന്ദ്രീകൃതമായി പലയിടത്തും നേടിയ വോട്ട് കൂടിയാണ് ആം ആദ്മി പാർട്ടിക്ക് ലഭിച്ചിട്ടുള്ള അധിക വോട്ടുകൾ. അത് സാറാ ജോസഫ് ആയാലും അനിത പ്രതാപ് ആയാലും ഒക്കെ കുറച്ചുകൂടി അനുകൂലമായ സാഹചര്യം, നവമാധ്യമങ്ങളുടെ സ്വാധീനം, ചെറുപ്പക്കാർക്കിടയിൽ UPA-യോടും ഇടതുപക്ഷത്തോടും ഉണ്ടായിരുന്ന ഒരു ഒരു വിരക്തി, നോട്ടയിലേക്ക് പോയ ആലത്തൂർ പോലെയുള്ള മണ്ഡലങ്ങളിൽ 20,000-ൽ പരം വോട്ടുകളാണ് നോട്ടയിലേക്ക് പോയിരിക്കുന്നത്. അത്തരം റിസൺമെന്റ്സ് ഇതിനൊക്കെ കുറച്ചുകൂടി ബുദ്ധിപൂർവമായി ആം ആദ്മി പാർട്ടിയുടെ പോക്കറ്റിലേക്ക് എത്തിക്കാമായിരുന്നു. ഞാൻ നിങ്ങളെ തള്ളി പറഞ്ഞതല്ല, അതിന് കഴിഞ്ഞില്ല എന്ന് മനസ്സിലാക്കുകയും അതിന് കഴിയാമായിരുന്നു എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ടോ? അല്ല, ഇതിൽ പറഞ്ഞ നോട്ടയ്ക്ക് പോയി എന്ന് പറഞ്ഞ സ്ഥലം ഒന്ന് മലപ്പുറവും ആലത്തൂരാണ് ഏറ്റവും കൂടുതൽ. മലപ്പുറത്തും ആലത്തൂരും ആം ആദ്മി പാർട്ടിക്ക് സ്ഥാനാർത്ഥിയില്ല. അതുകൊണ്ടാണ് നോട്ടയ്ക്ക് അത്രയും വോട്ട് കിട്ടുന്നത്. ഇനി ഒരു സത്യസന്ധമായ കാര്യം, കോടികൾ ചെലവാക്കുന്ന ഒരു സ്ഥലത്ത് 2-3 ലക്ഷം രൂപ വെച്ചിട്ട് ഞങ്ങൾക്ക് പ്രചരണത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു പരിമിതിയുണ്ട്. പല സ്ഥലങ്ങളിലും ഈ എടുത്തു പറയുന്ന നോട്ടയേക്കാളും കുറവ് ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിക്ക് വോട്ട് കിട്ടിയെന്ന് പറഞ്ഞ സ്ഥലങ്ങളിൽ 3-4 ലക്ഷം രൂപയൊക്കെ ചെലവാക്കിയിട്ടുള്ളൂ. അവിടെ ഏറ്റവും അവസാന നിമിഷം അവർ പ്രചരണം നടത്തിയിരിക്കുന്നത് വെറും 2 ആഴ്ചയാണ്. നൂറ്റാണ്ടുകളോളം വർഷം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ശക്തമായ സംഘടനാ സംവിധാനമുള്ള പാർട്ടികളുടെ മുമ്പിലേക്ക് 2 ആഴ്ച മാത്രം പ്രചരണം നടത്തുകയും അത് ഒരു തരത്തിലുള്ള സാമ്പത്തികമായിട്ടോ സംഘടനാ തലത്തിലുള്ള ബലമോ ഇല്ലാതെ എന്താണോ നമുക്ക് ഈ ലഭിച്ചത് അത് തന്നെയാണ് ആം ആദ്മി പാർട്ടിയുടെ പോസിറ്റീവ്. ഇത് ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ട് കാണുകയും ആം ആദ്മി പാർട്ടിക്ക് നല്ലൊരു സ്പേസ് കേരളത്തിൽ ഉണ്ടെന്ന് ഇതുകൊണ്ട് മനസ്സിലാക്കുകയും മുന്നോട്ട് ഈ തെരഞ്ഞെടുപ്പിനേക്കാളും മുമ്പേ അനലൈസ് ചെയ്താണ് ഞങ്ങളുടെ മിസ്റ്റേക്ക്. ഈ തെരഞ്ഞെടുപ്പിൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് പല കാര്യങ്ങളും ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അത് തീർച്ചയായും ഞങ്ങൾ വിലയിരുത്തും. ഓക്കെ, എന്തായാലും കോട്ടയത്ത് വലിയ മികച്ച വിജയം നേടാൻ കഴിഞ്ഞ UDF-നെ അവിടെ കോൺഗ്രസുകാർ കേരള കോൺഗ്രസ് എമ്മിനോട് കാണിച്ച ആത്മാർത്ഥത ഇടുക്കി നിയോജക മണ്ഡലത്തിൽ കേരള കോൺഗ്രസ് കാട്ടാതിരുന്നോ? ജോയി എബ്രഹാമും കോൺഗ്രസ് വക്താവ് MM അസറും കൂടി ചർച്ചയിൽ പങ്കുചേരും. ഇടവേളയ്ക്ക് ശേഷം മടങ്ങും.